റിസീവ് ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ അനുഗ്രഹം പ്രാപിച്ചെടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. എല്ലാ ദൈവമക്കളും ദൈവനാമത്തിൽ അനുഗ്രഹം പ്രാപിച്ചെടുക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. പക്ഷെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുന്നതിന് മുമ്പേ ചില നിഷ്ഠകളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും ദൈവം പറയുന്നതും കേൾക്കാനുള്ള ഒരു ആത്മാവിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകട്ടെ. അനേക കുടുംബങ്ങൾക്ക്, അനേക മക്കൾക്ക് വസ്തുവകൾ വാങ്ങിക്കാൻ വേണ്ടി 2026 ദൈവാത്മാവ് അനുഗ്രഹം അയക്കുന്ന വചനമാണ് കടന്നു വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതായ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ജെറമയ 32:18 നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. അവൻ്റെ ബുദ്ധി, ജ്ഞാനവും പരിജ്ഞാനം നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ കർത്താവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും, പ്രവൃത്തിയിൽ ഉത്കൃഷ്ടനുമെന്നും ചിലയിടത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 27 പറയുന്നു, 32 ജെറമയ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. സകലത്തിൻ്റെയും ഉടമസ്ഥൻ എൻ്റെ ദൈവമാണ്. ആർക്ക് പറയാം എൻ്റെ ഉടമസ്ഥൻ എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നറിയുന്ന സത്യമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഹീ ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് മുമ്പ് യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ശക്തിയാണ് വിശ്വാസം കൊണ്ടുണ്ടാകേണ്ടത്. അബ്രഹാമിൻ്റെ ജീവിതം, ഇസ്ഹാക്കിൻ്റെ ജീവിതം, യാക്കോബിൻ്റെ ജീവിതം, പ്രവാസികളായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കൊക്കെ ഒത്തിരി പ്രയാസങ്ങളും കഷ്ടങ്ങളും ഉണ്ടായിട്ട് വല്ലവൻ്റെയും ദേശത്ത് പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും അപ്പച്ചൻ്റെ കരം, പിതാവും പുത്രൻ പരിശുദ്ധ ഒരുപോലെ അവരുടെ കൂടെ നിന്ന് അവരെ മഹാസമ്പന്നരാക്കിയെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ജെറമയ 32:14 കർത്താവ് ഇങ്ങോട്ട് പറയുന്നത്. നമുക്ക് 14 മുമ്പിൽ ഒരു വാക്യമുണ്ട്. ജെറമയ 32 അധ്യായത്തിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ജെറമയയുടെ ദൈവം തമ്പുരാൻ, യിരെമ്യാവ് എന്നാണ് മലയാളത്തിൽ, യിരെമ്യാ പ്രവാചകനോട് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളത്, നീ അത് മേടിച്ചുകൊള്ള. ഒരു സ്ഥലം കാണിച്ചിട്ട് ദൈവം, ഒരു നിലമുണ്ട്, നീ അത് പോയി വാങ്ങിച്ചെടുക്കുക, നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. ജെറമയ അല്ലെങ്കിൽ യിരെമ്യാവ് 32:8 ഞാൻ വായിക്കുന്നത്. ആർക്കൊക്കെയോ അതൊരു ദൂതായിട്ട് കടന്നു വരുന്നത് എടുത്തു വെച്ച് പഠിക്കുക. ദൈവാത്മാ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. ഉണ്ട്, ഈ ഗ്രഹിക്കുന്നതാണ്. ഇത് ദൈവമാണ് എന്നോട് പറയുന്നത്, പോയി വാങ്ങിച്ചോ എന്ന് പറയാനുള്ള ധൈര്യം വരുമ്പം പരിശുദ്ധാത്മ പറയാം നിനക്കുള്ള ദൂതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അതേ നിൽക്കണം. അങ്ങനെ ഞാൻ ഇളയപ്പൻ്റെ മകൻ ഹനമേയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശെക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. 17 ശെക്കൽ വെള്ളി തൂക്കിക്കൊടുത്തിട്ട്, അതായത് കാശ് കൊടുത്തിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ട് വെച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്ന ആധാരങ്ങൾ ഞാൻ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതൊരു മൺപാത്രത്തിലാക്കിയിട്ട് കുറേ നാളത്തേക്ക്, ഏറിയ കാലത്തേക്ക് സൂക്ഷിക്കുക. അതായത് ഉടനടി അത് വിൽക്കണ്ട എന്നാണ് പരിശുദ്ധാത്മാ പറയുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ ഒരു ഉത്തരം കിട്ടണമേ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ദൂതായിട്ട് കടന്നു വരികയാണ്. നമ്മൾ ദൈവത്തോട് ചോദിച്ചിരിക്കുമ്പം കർത്താവ് പറഞ്ഞു നീ ആ സ്ഥലം പോയി വാങ്ങിച്ചു. അങ്ങനെ എത്രയോ പേര് എന്നോട് പറയാറുണ്ട്, ഏത് സ്ഥലം വാങ്ങിക്കണോ വിൽക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പല ദൂതിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഈസ് എ വെരി ഗ്രേറ്റ് ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്. അതൊരു ബ്ലെസ്സിങ് ആണ്. നമ്മളൊന്നുമില്ലാത്തവരായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചിലർക്ക് പരം കാണുമായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ അപ്പന് മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ ആഗ്രഹമുണ്ട്. അത് ചോദിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ കാലിക്കട്ടിലായിരുന്നു, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കാലിക്കട്ടിൽ ഒരു കാലത്ത് ഒരു വിലയില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. കാലിക്കട്ടിൽ നമുക്കറിയാവുന്ന ഒരു പോസ്റ്റ്മാൻ, ആദ്യ പോസ്റ്റ്മാൻ പിന്നെ പോസ്റ്റ് മാസ്റ്ററായ അദ്ദേഹം. കാലിക്കട്ടിൽ എത്രയോ സ്ഥലങ്ങളാണ് ആ മനുഷ്യനുള്ളത്. നമ്മളെ ഡോക്ടറിനെടുക്കാൻ വന്ന് സംസാരിക്കും. ഞാനെപ്പോഴും ചിന്തിക്കും, ഈ ഒരു മനുഷ്യൻ ഈ ഒരു ചെറിയ ജോലി കൊണ്ട് എങ്ങനെയാണ് ഇത്രയും സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടത്? അന്ന് വിലയില്ല, പക്ഷേ ബുദ്ധിപരമായിട്ടും ജ്ഞാനപരമായിട്ടും ചെയ്തതുകൊണ്ട് ഇന്നേക്ക് ധാരാളം അസറ്റ്സ്, അത് അവസരത്തിനെല്ലാം വില കൂടി. എന്നാൽ അതേപോലെ തന്നെ ഒരു വിശ്വാസിയായ ഒരു കുടുംബമുണ്ട്. അവരൊരു ടീച്ചറായിരുന്നു ആ കാലത്ത്.
ഇപ്പോൾ അവർ മരിച്ചുപോയി. അവരുടെ കാലത്ത് കാലിക്കറ്റ് ചില സ്ഥലത്ത് തീരെ വിലയില്ല. 1 സെൻറ്റ് സ്ഥലം അവർ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾ വാടക വീട്ടിൽ താമസിച്ച് എത്ര 15,000 രൂപയിൽ കുറഞ്ഞ് ഇവിടെ വാടക വീട് കിട്ടുന്നത്? മാറി 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 താമസിക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ട്? നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിയായിട്ട് ചെയ്യാതിരുന്നത് കൊണ്ട്. എന്നെ ദൈവത്തെ എന്തിനാ കുറ്റം പറയുന്നത്? ഒന്നുമില്ലാതെ ഒരു പോസ്റ്റ്മാന് അയാളെങ്ങനെ സ്ഥലം വാങ്ങിച്ചു? അപ്പോൾ ഇതൊക്കെ ജ്ഞാനമാണ്, കർത്താവിൻ്റെ ബുദ്ധിയാണ് ഇതൊക്കെ. ഇത് ചോദിച്ചു വാങ്ങിക്കണം. ദൈവമേ, നമ്മുടെ തലമുറകൾക്ക്, അടുത്ത തലമുറകൾക്ക്. നീതിമാൻ തൻ്റെ മക്കളുടെ മക്കൾക്ക് വരെ സമ്പാദിക്കുന്ന വചനം പറയുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നത് കറക്റ്റല്ല. സദൃശ്യവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം ശോഭിച്ച് വരുന്നു. The path of the righteous is like the first gleam of the dawn and shining ever brighter till the full day of the day. അതായത് രാവിലെ തുടങ്ങുന്ന പ്രകാശം ഉച്ചയ്ക്ക് വന്ന് സൂര്യൻ നേരിട്ട് വന്ന് നിൽക്കുമ്പോൾ വലിയൊരു ശക്തമാണ്. നോട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മൾ രാവിലെ സൂര്യൻ്റെ മുമ്പിൽ നിൽക്കാമെങ്കിൽ വലിയ നിഴല, വൈകിട്ട് നിൽക്കാമെങ്കിൽ നിഴൽ വലുതാണ്. പക്ഷെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങി നിൽക്കാമെങ്കിൽ നിഴലില്ല. ബിക്കോസ് ഈസ് റൈറ്റ് ഓൺ ടോപ്പ് ഓഫ് മീ. അതുപോലെ ആയിരിക്കണം ദൈവം നമ്മുടെ മുകളിൽ. കർത്താവ് മാറല്ലേ, ഇടത്തോട്ടും വലത്തോട്ടും മാറി. നിർബന്ധ ബുദ്ധി പറയണം ഇതിനൊക്കെ. കർത്താവ് ഞാൻ മാറത്തില്ല, നീ എൻ്റെ കൂടെ. നീതിമാന്മാരുടെ പാത പ്രഭാതത്തിൽ നിന്ന് പ്രഭാതത്തിൽ, ഉച്ചയ്ക്ക് പോകുമ്പോൾ പ്രഭാതം കൂടിക്കൊണ്ടിരിക്കുക. ഗ്ലോറി ടു ഗ്ലോറിയാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. റിസീവ് ക്ലാരിറ്റി. ഈ വർഷം ദൈവത്തിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ള അറിയാനുള്ള വരം വാങ്ങിച്ചെടുക്കുക. ബി പ്രിപ്പയർഡ്, സ്റ്റാൻഡ് ബിഫോർ ദ ബേണിംഗ് ഫയർ. കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് തീയുടെ മുമ്പിൽ നിൽക്കുക. ഐ എം സെൻഡിങ് ദ ഫയർ സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിൻ്റെ ശുശ്രൂഷ തന്നെയാണ് ഇപ്പം നടക്കുന്നത്. തീ ഇറങ്ങി നിങ്ങളിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ കരിഞ്ഞു പോകട്ടെ. എന്തോരു ചിന്തകളാണ്. ഇന്നലെ ഒരാളോട് ഞാൻ സംസാരിച്ചു, പറഞ്ഞു എനിക്ക് ഉറങ്ങാനൊക്കുന്നില്ല, മകൻ വഴക്കുണ്ടാക്കുന്നു, വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു, മേശയുടെ ഗ്ലാസ്സുകൾ അടിച്ചു പൊട്ടിക്കുന്നു, വീട്ടിൽ തിരിച്ചു കയറാൻ. ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ചോദിച്ചു, അവനവൻ ദൈവത്തിലാണോ? ആർ യു ഇൻ ക്രൈസ്റ്റ്? നമുക്കെങ്ങനെ പ്രാർത്ഥന നടത്താൻ വെക്കും നമ്മൾ ദൈവത്തിലാകാതെ? അത് ഉറപ്പിക്കുകയാണ്. അപ്പം എനിക്കൊരു ക്ലാരിറ്റി വരണം, ഞാൻ ദൈവവുമായിട്ട് ഉറച്ച ബന്ധമുണ്ട്. ആ ഉറപ്പെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് തരേണ്ടത്. അത് തരുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് നമുക്ക് തരാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കാൻ നോക്കിയിരിക്കുകയാണ്. എന്നൊന്ന് ഹൃദയം തുറന്നൊന്ന് ചോദിക്കുക. സങ്കീർത്തനം 25:14 യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ട്, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൂട്ടുകാരനാകാൻ യഹോവയുടെ സഖിത്വം തൻ്റെ ദാസന്മാർക്ക്. കർത്താവ് അബ്രഹാമിനോട് ചോദിക്കാതെ സോദോം ഗൊമോറ പോലും നശിപ്പിച്ചില്ല. അബ്രഹാമിനോട് നേരിട്ട് വന്ന് സംസാരിച്ച ദൈവമാണ്. അത് പഴയ നിയമത്തിൽ. ഇപ്പോഴോ യേശു നമ്മോടുകൂടി, ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്. അതുപോലെ പരിശുദ്ധാത്മ ഇപ്പോൾ നമ്മുടെ കൂടെ സർവ്വവ്യാപിയായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നു. ഇത്ര കാര്യമായിട്ട് ദൈവം നമുക്കെല്ലാം ചെയ്തു തന്നിട്ടും ഒന്നും അറിയാത്തവരെ പോലെ നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ അവനവനിലുള്ള ആ ബലമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വെക്കുന്നത്. അത് ഞാൻ അറിയുന്നവനെ കൊണ്ട്. ആരെ ഞാൻ അറിയുന്നു? എൻ്റെ ദൈവത്തെ. അതാണ് യഹോവയുടെ സഖിത്വം എനിക്കുണ്ട്. അവൻ എന്നെ ഇട്ടേച്ച് പോകത്തില്ല. അതാണ് നല്ലവനായതുകൊണ്ടൊന്നുമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ മനസ്സിലാക്കിയ നിമിഷം തൊട്ട് ഞാൻ എന്താണുള്ളത് നീ അറിയുന്നു. ഞാൻ ഒരിക്കലും ഇട്ടേച്ച് പോയിട്ടില്ല, പക്ഷെ നീ അറിയുന്നില്ല. ഈ മുടിയനായ പുത്രൻ്റെ കഥ എടുക്കാമല്ലോ. മുടിയനായ പുത്രൻ അപ്പനെ ഇട്ടേച്ച് വസ്തുവകളും കാശും വാങ്ങിച്ചുകൊണ്ട് അവനങ്ങ് പോയി. ഏതെങ്കിലും നിമിഷം ഒരു ദിവസത്തിൽ അപ്പൻ അവനെ മറന്നിട്ടുണ്ടോ? മറക്കാൻ ഒക്കുമോ? അവൻ തിരിച്ചു വരാതെ കുഴപ്പമുള്ളൂ അല്ലേ? അതുപോലെയാണ് ദൈവം. നമ്മൾ ഏത് നിമിഷത്തിൽ എവിടെ ഇരുന്ന് വിളിച്ചാൽ, ഞാൻ പറഞ്ഞ ആത്മാവിൻ്റെ ശക്തി ചെന്നിട്ട് മക്കൾ ഇരിക്കുന്ന അവസ്ഥയിൽ മരുമക്കൾ, കൊച്ചുമക്കൾ, ദൈവമേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള ആത്മാവിനെ ഇട്ടുകൊടുക്കുന്നു. പുതിയ വസ്ത്രം അവരെ ധരിപ്പേ, ജീർണവസ്ത്രം ഉരിഞ്ഞു പോട്ടെ പുതിയ. എന്നിട്ട് സ്ഥലങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങിച്ചെടുക്ക്. ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ഉണ്ടായിട്ടില്ലാത്തവനെ പോലെ ജീവിക്കുന്ന ഗതികെട്ട അവസ്ഥ. അപ്പോൾ നമ്മളെ കർത്താവ് വലം കൈ പിടിച്ചിരിക്കുന്നു. നേരത്തെ പറയുന്ന യെശയ്യാ 45:2 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. എത്രയല്ലേ ശത്രുക്കളാ ഇല്ലേ? അവൻ ഇവിടെ മുമ്പായിട്ട് പോയിട്ട് ദുർഘടങ്ങൾ ഉണ്ടെന്ന് അതവൻ നിരപ്പാക്കും. എനിക്ക് മുമ്പ് താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമുകളെ ഖണ്ഡിച്ച് കളയും.
എന്നാ ബലമുള്ള ശക്തമായ ഒപ്പോസിഷൻ നിന്നാലും, ശത്രു എത്ര വലിയവനെങ്കിലും എൻ്റെ ദൈവം എഴുന്നള്ളിയാൽ അത് ഉരുകിപ്പോകും. അവൻ യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറുന്നു. യഹോവ എഴുന്നള്ളിക്കാൻ കഴിവുണ്ടോ? കഴിവില്ലെങ്കിൽ വാങ്ങിച്ചെടുക്കണം. കർത്താവിന് നിർബന്ധമാണ് നമ്മൾ ഭൂമിയുടെ ഉടമസ്ഥരാകണമെന്ന്. എന്തിനാണ്? അതല്ലെങ്കിൽ വേറൊരാളെടുക്കും, ദൈവത്തിൻ്റെ അല്ലാത്തവരെടുക്കും. അതുകൊണ്ട് ഭൂമി ഉടമസ്ഥാവകാശം കിട്ടുക തന്നെ അത് സൂക്ഷിക്കണമെങ്കിലും കൃപ വേണം. ദൈവമേ, നിനക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ നമ്മുടെ സ്ഥലങ്ങളിൽ കയറാൻ ഇട്ടയാക്കല്ലേ. നീ തന്ന സ്ഥലങ്ങൾ തലമുറകൾക്ക് അനുഗ്രഹമാക്കി വെച്ച് തരണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. അതല്ല വിറ്റ് പോകണമെങ്കിൽ അതിനുള്ള ബുദ്ധി തരണം. അത് വാങ്ങിക്കുക, എന്നിട്ട് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള കൃപ ചെയ്യും. ഇതൊക്കെ ദൈവത്തിന് ബുദ്ധിയുണ്ട്. ഈ നമ്മൾ ഈ ബറാഖ താഴ്വരയുടെ അവസ്ഥയിലൊക്കെ നമ്മൾ യുദ്ധത്തെക്കുറിച്ച് വായിക്കുമ്പോഴേ ഈ ദൈവം പറയുന്നു, നീ ഈ വലിയ പട കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും നമ്മളെക്കാട്ടിലും 10 ഇരട്ടി ശക്തിയുള്ളവനോടാണ് യുദ്ധം ചെയ്യുന്നത്. അതെന്താ? കാരണം നമ്മുടെ കഴിവല്ലെന്ന് കാണിക്കാനല്ലേ. നീ അവനെ കൊണ്ട് പേടിക്കേണ്ട ആവശ്യം. നീ അങ്ങോട്ട് കടന്നിയല്ലേ, ഞാനാണ് യുദ്ധം ചെയ്യാൻ വന്നത്. പിറ്റേ ദിവസം കടന്നു വന്നത് 3 രാജാക്കന്മാർ ഒരു രാജാവിനെതിരായിട്ട് വന്നു. പക്ഷേ 3 പേരും കൂടെ അന്യോന്യം യുദ്ധം ചെയ്ത് നശിച്ച്. അവരിട്ടേച്ചു പോയ സകല ബൂട്ടികൾ, അതായത് കൊള്ള സാധനങ്ങൾ, അവരിട്ടേച്ചു പോയ സാധനങ്ങൾ 3 ദിവസം എടുത്ത് പിറക്കി കൂട്ടാൻ, എന്നിട്ടും തീർന്നില്ല. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബറാഖ എന്ന് പേരിട്ടെന്ന്. എന്താ? അതിനെക്കുറിച്ച് വേറെ ദിവസം പറയുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്നാൽ അനുഗ്രഹം തരുന്ന ദൈവമാണ്. ദൈവത്തിന് താമസിക്കാൻ ഒരു ഭവനം വേണം. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും താമസിക്കാൻ ഈ ലോകത്തിൽ എത്ര പ്രവാസിയാണെങ്കിലും ജീവിക്കാൻ ദൈവം ഒരു സ്ഥലം തരും. അത് വല്ലവൻ്റെയും ഒന്നുമില്ലായ്മയിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഭൂമി മുഴുവനും എൻ്റെ ദൈവത്തിൻ്റെ അല്ലേ. ഭൂമിയും ഭൂതലേ യഹോവയ്ക്കുള്ളതാണ്. മനുഷ്യൻ മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ നമുക്ക് അവൻ തരാൻ വിശ്വസ്തന. കടന്നു വാ. ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ പ്രോപ്പർട്ടികൾ വാങ്ങിച്ചെടുക്കാനായിട്ട് ആഗ്രഹമുള്ളവരെ കർത്താവ് ഈ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുകയും ഉറപ്പിക്കുകയും ചെയ്താട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഭൂമിയും ഭൂതലവും യഹോവയ്ക്കുള്ളതാ. ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥാവകാശം നീയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ മക്കൾക്ക് താമസിക്കാൻ, ഈ ലോകത്തിൽ താമസിക്കാൻ ഒരു സ്ഥലം വേണം. ചിലർക്ക് കൂടുതൽ സ്ഥലം വാങ്ങിക്കാം, ചിലർക്ക് കുറഞ്ഞൊരു സ്ഥലം 3 സെൻറ്റെങ്കിലും വാങ്ങിക്കാൻ ആർക്കും നീ അവകാശം കൊടുക്കുമല്ലോ കർത്താവേ. എത്രയോ പേര് ഒന്ന് താമസിക്കാൻ സ്ഥലമില്ല, തല ചായ്ക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന വിശാലമായ ഭൂമിയിൽ എവിടെയെല്ലാം നീ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതൊന്ന് കാണിച്ചു കൊടുക്കണം. അവർ നിൻ്റെ സന്നിധിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള കൃപയിട്ട് കൊടുക്കണം. ആ വിഷയമെടുത്ത് നിൻ്റെ മുമ്പിൽ വന്ന് വെച്ചിട്ട് കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ബലത്തിൽ ഉപദേശം കൊടുത്ത് ആനുകൂല്യം കിട്ടുന്ന സാഹചര്യങ്ങൾ വാങ്ങിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് മുൻപേ പോയി വഴിയൊരുക്കണമേ. മുള്ളും പറക്കാരെയും പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട്, കല്ലും മുള്ളുവെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് വഴി നിരപ്പാക്കി കൊടുക്കുന്നു. അടുത്ത തലമുറയോട് കയറി പോകട്ടെ അപ്പച്ച. നമ്മൾ നിരപ്പാക്കുന്ന വഴിയിൽ കൂടെ ആകുമ്പോൾ അവർക്ക് കയറാൻ എളുപ്പമാണല്ലോ. അനേക മക്കൾക്ക് പ്രാർത്ഥനയുടെ വചനം അയച്ചു കൊടുക്കുന്ന അപ്പച്ച. ഈ വചനം എടുത്ത് പ്രാർത്ഥിച്ച് അവരവർക്ക് ആവശ്യമുള്ള ഭവനങ്ങൾ വാങ്ങിച്ചെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. നീ പരിജ്ഞാനവും ജ്ഞാനവും ഇട്ടുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മുകളിൽ നിന്നുള്ള ആത്മാവിൻ്റെ പ്രവർത്തനം, മുകളിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഇട്ടുകൊടുത്ത് കർത്താവേ, ഞാൻ എത്ര ബുദ്ധിയില്ലാത്തവനെ ജ്ഞാനിയാക്കുന്നത് നീയാണ് കർത്താവ്. നിൻ്റെ സാന്നിധ്യം കൈക്ക് പിടിച്ച് നീ അവരെ മുൻപോട്ട് നടത്തണമേ. അനാഥൻ്റെ അവസ്ഥയിൽ നിന്നും എനിക്കൊരപ്പനുണ്ടെന്ന് കരുതുന്ന അപ്പനാണെന്നും എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അവൻ മതിയാവുന്നെന്ന് പറയാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ. കൃപയിൽ പൊതിയെ തന്നെയല്ല, മഹാസമ്പന്നനാക്കിയ ദൈവത്തിൻ്റെ സമ്പന്നത ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരണം. സാവേ, അതുമൂലം അനേകർക്കും നിൻ്റെ നാമത്തിൽ പ്രയോജനമാക്കാൻ തക്കവണ്ണം സ്വാർത്ഥമായ ചിന്തകളെ വെട്ടിമാറ്റി അനുഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെ തരണമെന്ന് കൊടുക്കാനുള്ള നല്ല മനസ്സ് കൊടുക്കണം കർത്താവേ. അങ്ങനെ കൊടുക്കും തോറും നിൻ്റെ മടിയിൽ കവിഞ്ഞോരളവ് നിൻ്റെ മടിയിൽ വന്ന് വീഴുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കിട്ടാതെ എങ്ങനെയാണ് അപ്പച്ചാ കൊടുക്കുന്നത്? അതുകൊണ്ട് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു. കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.